കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും അത്ഭുതമേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഏറ്റവും ധന്യവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ദൈവം നമ്മെ കാണുന്നു, ദൈവം നമ്മെ അറിയുന്നു. കർത്താവ് നമ്മെ കാണുന്നത് പോലെ, കർത്താവ് നമ്മെ അറിയുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരും നമ്മെ അറിയുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയവനായ ദൈവത്തിൽ ഏറെ നാം ആശ്രയിച്ച് ശരണം വെച്ച് ദൈവകൃപയിൽ നമുക്ക് വളരാം. ദൈവത്തോടൊപ്പം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ധന്യമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവരെ ഹാർദവുമായി ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പെന്തക്കോസ്ത് ഞായറാണ്. അത് തീർച്ചയായിട്ടും പെന്തക്കോസ്തിൻ്റെ അനുഭവങ്ങളെ നാം അനുഭവിച്ചുകൊണ്ട് സന്തോഷമുള്ളവരായി, ആത്മാവിൽ സന്തോഷമുള്ളവരായി, ഹൃദയത്തിൽ ആനന്ദമുള്ളവരായി, മനസ്സിൽ ധൈര്യമുള്ളവരായി ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും നിത്യ ദൈവമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കൃപയോടെ കരം പിടിച്ച് വഴി നടത്തുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സർവ്വലഭനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ വഴി നടത്തി. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ടുള്ള ജീവിത നാളുകൾ ധാരാളം നന്മകളെ, കൃപകളെ അനുഭവിക്കുവാൻ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിൽ കർത്താവെ അവിടുത്തെ തുണ, അവിടുത്തെ കൃപ, അവിടുത്തെ അനുഗ്രഹം, ആർദ്രത ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി സഹായിക്കണമേ. ഇന്നത്തെ തിരുവചനത്തിലൂടെ എന്നോടും ഞങ്ങളോടും സംസാരിക്കണമേ. നന്ദി അപ്പ. കർത്താവിന്റെ കൃപയ്ക്കായി, നന്മയ്ക്കായി സ്തോത്രം. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചോദിച്ച ചോദ്യം, ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ഏതിനെ പോലെ പറന്നുയരുമെന്നാണ് പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിരുന്നു ചോദ്യം. അതിൻ്റെ ആൻസർ എല്ലാവരും ശരിയായിട്ടാണ് നൽകിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ആൻസർ ഇതാണ്, കഴുകൻ എന്നതാണ്. ദൈവത്തിനായി കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും, അല്ലെ, കുതിച്ചുയരുന്ന അനുഭവമാണ്. ഏറ്റവും ധന്യമായ ഒരു ദൈവവചനമാണ് നാം കഴിഞ്ഞ ഞായറാഴ്ച കേട്ടത്. ദൈവത്തോടൊപ്പം എങ്ങനെ നമുക്കായിരിക്കാം എന്നുള്ള അനുഭവത്തിൽ ഇന്നും അതുപോലെ വ്യത്യസ്തമായ നല്ലൊരു ചിന്ത നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഒരുക്കത്തോടെ കാത്തിരിക്കാം. ഇന്ന് ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ആമുഖമായി ഞാൻ അതിൻ്റെ ഒരു വാക്യം വായിക്കട്ടെ. യോഹന്നാൻ 16:7 ഇപ്രകാരം പറയുന്നു: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമായ ഒരു ചിന്തയാണ് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലൂടെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈപിടിച്ചുയർത്തുവാൻ ആരുമില്ല, എന്നോട് കൂട്ടുകൂടുവാൻ ആരുമില്ല, എന്നെ ബലപ്പെടുത്തുവാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈയയച്ച് സഹായിക്കുവാൻ, ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ പ്രയാസങ്ങളെ അറിഞ്ഞ് സഹായിക്കുവാൻ ആരുമില്ലല്ലോ. ഞാൻ ഇത്രയധികം പരിശ്രമിച്ചിട്ടും എനിക്ക് ഒരിടത്തും എത്തിപ്പെടുവാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ മനസ്സിന് അല്പം പോലും സ്വസ്ഥതയില്ലല്ലോ. സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി കഴിഞ്ഞു. ദൈവമേ, എന്താ അങ്ങ് എന്നെ സഹായിക്കാത്തത്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്? എങ്കിൽ ഇന്നത്തെ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാകുന്നു. പ്രിയരെ, ഒരു കാലഘട്ടത്ത്, അതായത് നാം ജനിച്ച നാളുകൾ തുടങ്ങി, നിങ്ങളൊരു ക്രൈസ്തവ കുടുംബത്തിനാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയ്യോ എന്നെ സഹായിപ്പാൻ എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ,
ഞാനൊരു വിഷയത്താൽ ഒരു 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 കാരണത്താൽ ഞാൻ വളരെ തളർന്നിരിക്കുന്ന അനുഭവത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പപ്പയും അമ്മയും നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങൾ ആരാധിക്കുവാൻ പോകുന്ന ആലയത്തിലെ പാസ്റ്റർ അല്ലെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ മറ്റു ദൈവദാസന്മാർ, നിങ്ങളുടെ സ്നേഹിതരൊക്കെ പറഞ്ഞ ഒരു ചിന്തയുണ്ട്. എന്താണ്? സാരമില്ല, ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ കരുതും, ദൈവം കാത്തോളും, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ ദൈവത്തിന് ആശ്രയിക്കുക, യേശു കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. അല്ലെ? ഞാൻ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ, എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. ഇങ്ങനെ പാട്ടുകളിലൂടെ, ധ്യാനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെയൊക്കെ കർത്താവ് നമ്മെ കൈവിടുകയില്ല. യേശു കർത്താവ് നമ്മെ സഹായിക്കും. ഇവൻ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് എത്രയോ കാലമായി നിങ്ങളോട് പറഞ്ഞു വരുന്നു. ശരിയല്ലേ? ഈ ഞാൻ ഉൾപ്പെടെ നിങ്ങളോട് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇന്നത്തെ യഥാർത്ഥ ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ, ഇതെങ്ങനെ, ദൈവം എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? നിങ്ങൾക്കൊരുപക്ഷെ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ കുറേയേറെയൊക്കെ അത്ഭുതങ്ങൾ കണ്ട് വന്നവരാകാം, അങ്ങനെ കണ്ട് വളർന്നവരാകാം. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറയുവാൻ ഒരു റീസൺ ഉണ്ടാകും. എനിക്ക് സഹായം ലഭിച്ചത്, എന്നെ സഹായിച്ചത് ദൈവം ഇപ്രകാരമായിരുന്നു എന്നൊക്കെ പറയുവാൻ കഴിയും. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അതെങ്ങനെയാണ്, ദൈവത്തിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ദൈവം പ്രവർത്തിക്കുന്ന ആ രീതി എങ്ങനെയാണ്, ഇതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സത്യം നമുക്ക് അറിയാമെന്നുള്ള സത്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ അനുഭവത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുമെങ്കിൽ വി ബിക്കം ബ്ലസ്സഡ്, നാം ഭാഗ്യശാലികളായി തീരുകയാണ്. അതിൻ്റെ സീക്രട്ട് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് എൻ്റെ അടുക്കൽ എന്നോടൊപ്പം എൻ്റെ പാരൻസ് ഇല്ല, എൻ്റെ കുടുംബത്തിലെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന് കരുതുക. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, എലോണായിട്ട് നിൽക്കുകയാണ്. അപ്പം എന്നെ ദൈവത്തിന് എങ്ങനെ സഹായിപ്പാൻ സാധിക്കും? 2, ഏത് വിധത്തിലൂടെയാണ് ദൈവം എൻ്റെ ആത്മാവിനെ, എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നത്, ആശ്വസിപ്പിക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്, ആലോചനകൾ നൽകുന്നത്? ഇതാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത്. പ്രധാനമായും ബൈബിൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതം 33.5 വർഷക്കാലം ഈ ലോകത്തിൽ താൻ ജീവിച്ചു. അതിൽ 30 വർഷം തൻ്റെ പാരൻസിനോടൊപ്പവും തൻ്റെ ചുറ്റുപാടുകളൊപ്പമൊക്കെ ചേർന്ന് ജീവിച്ചു. 3.5 വർഷമാണ് കർത്താവായ യേശു ക്രിസ്തു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ മുൻവരുന്നത്. 3.5 വർഷക്കാലത്തെ ജീവിതമാണ് ലോകത്തെ മുഴുവനും സ്വാധീനിച്ച തൻ്റെ ദൗത്യം, പ്രേക്ഷിത ദൗത്യം വെളിപ്പെട്ട് വന്നത്. അപ്പോൾ ഈ 3.5 വർഷക്കാലം ശിഷ്യഗണങ്ങൾക്കും യേശുവിനെ അനുഗമിച്ചവർക്കൊക്കെ ലഭ്യമായ പരിപോഷണം, ശക്തി, വളർച്ച, അനുഗ്രഹങ്ങൾ, മനസ്സിൻ്റെ ഒരു തണുപ്പ് ഒരുപാട് ഉന്നതമായിരുന്നു, ദിവ്യമായിരുന്നു പ്രിയരെ. എന്നതില്ലാത്ത സന്തോഷം, ഒരു ലോട്ടറി അടിച്ചവൻ്റെ പ്രതീതി പോലെ, അല്ലെ? അല്ലെങ്കിൽ ഒരു വലിയ അനുഗ്രഹം, അർഹരല്ലാത്ത തങ്ങൾക്ക് ലഭ്യമായ ഒരു വലിയ നന്മ, ആ സന്തോഷം അന്നത്തെ ജനത്തിനുണ്ടായിരുന്നു. കാരണം ക്രിസ്തുവിടെ അത്രയധികം നന്മകൾ അനുഭവിച്ചു. ഒരിക്കലും ശിഷ്യന്മാർക്ക് തങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിയിട്ടില്ല. 3.5 വർഷക്കാലം 12 ശിഷ്യന്മാർക്കും തങ്ങൾ ഒറ്റയ്ക്കാണ്, ഇനി എങ്ങനെ ജീവിക്കും, അങ്ങനത്തെ ഒരു ഫീൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ചിന്തയ്ക്ക് പോലും ഒരു ഇടം കൊടുത്തില്ല. അത്രയധികം യേശുവുമായുള്ള ഇൻറ്റിമസി, അടുപ്പം ഭയങ്കരമായിരുന്നു. ആ ഒരു ദിവ്യമായ കരുതൽ, യേശുവിൻ്റെ കരുതൽ, യേശുവിൻ്റെ ആർദ്രത, യേശുവിൻ്റെ ഉപദേശങ്ങൾ, യേശുവിൻ്റെ ആലോചനകൾ, സംശയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അപ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്താൽ ഇങ്ങനെ പോയത്. ഒരു കുറവുമില്ലായിരുന്നു. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം കുറവില്ലാത്ത ജീവിതമായിരുന്നു 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. എന്നാൽ യേശു എപ്പോഴാണോ തൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചത്, അതായത് കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ മാത്രയിൽ ശിഷ്യന്മാരുടെ ഹൃദയത്തിലൊരു വലിയ തകർച്ച,
ഒരു വലിയ അകൽച്ച നേരിട്ടു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി കാണുകയില്ല. കാരണം അവിടെയും യേശു അവരെ കൈവിട്ടില്ല. പിന്നെയും നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞു. അത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും നിങ്ങളെ കാണും. അതിനർത്ഥം ഈ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് കാണുകയില്ല, യേശുവിൻ്റെ അഭാവമുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. യേശുവിനെ ദൃശ്യമായി കാണുവാൻ കഴിയാത്ത, ഇപ്പോൾ എനിക്ക് ദൃശ്യമായി കാണാം, പക്ഷേ യേശു പറയുന്നു താൻ അദൃശ്യനാകുവാൻ പോവുകയാണ്. ആ അദൃശ്യമാകുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, ഈ കാലഘട്ടത്ത് ഈ 12 ശിഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ ആരാധിക്കുന്ന ജനത്തിന് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയും? യേശു ദൃശ്യമായി തങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നപ്പോൾ ലഭ്യമായ നന്മകളെ എപ്രകാരം പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും? അതിൻ്റെ ഉത്തരമാണ് യേശു അവരോട് പറയുന്നത്, ഞാൻ പോകാഞ്ഞാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ എൻ്റെ പിതാവ് അയക്കുകയില്ല. ഞാൻ പോയാൽ, ഞാൻ ഇവിടം വിട്ട് മാറിയാൽ ഉടനെ തന്നെ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ, യെസ്, ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും എന്നാണ് കർത്താവ് അവരോട് വാഗ്ദത്തം ചെയ്തത്. പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യപ്പെട്ട നിലയിൽ കർത്താവായ യേശുക്രിസ്തു അതൊരു വലിയ വാഗ്ദാനമായിട്ട് ഈ ജനത്തിന് നൽകി, തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി, ഈ ലോകത്തിന് നൽകി. ക്രിസ്തു മരണത്തെ നേരിടുകയാണ്. അതിനുശേഷം മരിച്ച് ഉയർത്തു, വീണ്ടും അനേക പ്രാവശ്യം പ്രത്യക്ഷത നൽകി, വീണ്ടും സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയി. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഐ വിൽ കം അഗെയിൻ, ഐ വിൽ കം സൂൺ, ഞാൻ വീണ്ടും വരും. അപ്പോൾ സ്വർഗാരോഹണം ചെയ്ത നാൾ തുടങ്ങി കർത്താവിൻ്റെ 2ാം വരവ് വരെ എങ്ങനെ അദൃശ്യനായ ദൈവത്തിൻ്റെ സഹായം നമുക്ക് നേടുവാൻ സാധിക്കും? ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട സാഹചര്യം നമുക്ക് നിലനിൽക്കുവാൻ കഴിയുമെന്നതിന് കർത്താവ് നൽകിയ ഒരു പരിഹാരമാണ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് കർത്താവ് മാത്രം, പിതാവായ ദൈവം പുത്രനിലൂടെ ഈ ലോകത്ത് നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ദ ഹെൽപ്പ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്ന നന്മ. ബൈബിൾ നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദാനങ്ങളെക്കുറിച്ച് ഉടനീളം നമുക്ക് കാണുവാനായി സാധിക്കും. പ്രത്യേകിച്ച് സുവിശേഷ വേദഭാഗങ്ങളിൽ, ലേഖന വേദഭാഗങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില അനുഗ്രഹങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. ഒന്നാമത്തേത്, ഹോളി സ്പിരിറ്റ് കൺവിക്ട് ദ വേൾഡ് ഓർ കൺവിക്ട് ദ പീപ്പിൾ. പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു എന്ന ചിന്തയാണ് നൽകുന്നത്. ഈ ലോകത്തിന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ബോധം നൽകുന്നു. ഞാൻ എൻ്റെ ഭാഷയെ ഒന്നുകൂടി പറയട്ടെ, സുബോധം വരുത്തുന്നു എന്നതാണ്. സുബോധം, നല്ല ബോധം വരുത്തുന്നു എന്നതാണ്. അതായത് നാം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ സൊസൈറ്റിയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത നിലപാടുകളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത ജീവിത രീതികളും സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന പാപം, നാം അറിഞ്ഞു അറിയാതെ ഉണ്ടാകുന്ന പാപം, നമ്മിലുണ്ടാകേണ്ടുന്ന നീതി പ്രവർത്തികൾ, ന്യായവിധി ഉണ്ട് എന്ന ബോധം, ഇത് നൽകുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. നാം ഒരു വസ്ത്രം എത്ര തന്നെ ശ്രദ്ധിച്ചാലും അത് തുടർച്ചയായ 7 ദിവസം നാം ഒരു ഇട്ടിരിക്കുന്ന വസ്ത്രം നാം അത് ധരിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ കുറെ നാളുകൾ കഴിയുമ്പോൾ അതിനൊരു ഗന്ധമുണ്ടാകും, ദുർഗന്ധമുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിലെ ആളുകളുമായിട്ട് നാം ഇടപഴകി ജീവിക്കുമ്പോൾ നാം അറിയാതെ ചിലപ്പോൾ ചില പാപചിന്തകളും പാപചേഷ്ടകളും പാപത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇതിനെക്കുറിച്ച് ബോധം വരുത്തി നമുക്കൊരു സുബോധം നൽകുന്നത് ദ ഹോളി സ്പിരിറ്റാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം ചെയ്യേണ്ട നീതി പ്രവൃത്തികളെക്കുറിച്ച്,
ന്യായവിധിയെക്കുറിച്ചൊക്കെ അത് ഇപ്പോൾ ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ ഇത് ബോധം നൽകുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ജനം പലപ്പോഴും നമ്മെ വിമർശിച്ചേക്കാം. ശ്രദ്ധിക്കണം, ഈ ലോകത്തിലെ ജനം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ട്, ബലഹീനം കണ്ട് നമ്മളെ വിമർശിച്ചേക്കാം. ഈ ലോകം നമുക്ക് പലപ്പോഴും ശിക്ഷകൾ നൽകിയേക്കാം. നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, പാരൻസ് ആകട്ടെ, ടീച്ചേഴ്സ് ആകട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ, കോടതികളാകട്ടെ, നമുക്ക് ശിക്ഷകൾ നൽകിയേക്കാം. നമ്മെ ഈ ലോകം പുച്ഛിച്ചേക്കാം. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കേൾക്കേണ്ടുന്ന ശബ്ദം ഇതൊന്നുമല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലോകത്തിന്റെ ശബ്ദമല്ല കേൾക്കുക. എന്നെ പുച്ഛിക്കുന്നത്, എന്നെ ശിക്ഷിക്കുന്നത്, എന്നെ കുറ്റം വിധിക്കുന്നത്, എന്നെ ന്യായം വിധിക്കുന്നത്, എന്നെ തെറ്റെന്ന് വിടക്കെന്ന് എണ്ണുന്ന ഈ ശബ്ദങ്ങളൊന്നും അല്ല കേട്ട് ജീവിക്കേണ്ടുന്നവനല്ല ഒരു ദൈവ പൈതൽ, ജീവിക്കേണ്ടുന്നവളല്ല ഒരു ദൈവ പൈതൽ. മറിച്ച് നമുക്കുള്ളിൽ ബോധം വരുത്തുന്ന ദൈവാത്മാവിന്റെ ശബ്ദം നാം ശ്രവിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണം. എത്ര അമേസിംഗ് ആയിട്ടുള്ള ചിന്ത അല്ലേ പ്രിയമുള്ളവരെ? നമുക്കുള്ളിൽ സുബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, ആ ശബ്ദം നാം നാൾ തോറും ശ്രവിക്കണം. ലോകത്തിന്റെ ശബ്ദം ശ്രവിച്ച് പോകരുതേ ഒരിക്കലും. കാരണം ലോകം പലതും പറയും. ഇന്ന് പോസിറ്റീവ് പറയും, നാളെ നെഗറ്റീവ് പറയും. ഇന്ന് നെഗറ്റീവ് പറഞ്ഞ് നാളെ പോസിറ്റീവായിട്ട് പറയും. ഇന്ന് പോസിറ്റീവ് നാളെ നെഗറ്റീവ്. ഇത് ലോകത്തിന്റെ ശബ്ദമാണ്. ഈ ലോകത്തിന്റെ ശബ്ദം കേട്ടല്ല, നിനക്കുള്ളിൽ നൽകപ്പെട്ട ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, ആത്മാവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നിനക്കുള്ളിൽ ഒരു സുബോധം വരും. ആ സുബോധം നിങ്ങൾക്കുള്ളിൽ ഒരു ബോധം വരുത്തുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ കുറവുകളെക്കുറിച്ചുള്ള ബോധം, തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ബോധം, നമ്മിലെ കുറവുകളെ, നീതിബോധത്തെ, ദൈവികതയെ ഉണർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകണം പ്രിയമുള്ളവരെ. ഈ ലോകം നമ്മെ തട്ടി ഉണർത്തുവാൻ അനുവദിക്കരുത്. നമ്മെ ഉണർത്തുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആകണം. അത് നമ്മെ തട്ടി ഉണർത്തട്ടെ. നമ്മുടെ ജീവിതത്തെ കുറവുകളെ ഒന്ന് കാണിച്ചു തരട്ടെ, പാപങ്ങളെ കാണിച്ചു തരട്ടെ. ഈ ലോകം നമ്മെ ഉണർത്തുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കരുത്. മറന്നുപോകരുത്, ഈ ലോകം നമ്മെ ഉണർത്തുന്ന വഴികളിലൂടെ നാം ഒരിക്കലും സഞ്ചരിക്കരുത്. കാരണം ഈ ലോകത്തിനും ലോക മനുഷ്യരിലും ഒരുപാട് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള നേരിട്ടുള്ളവരാണ്. അവരെ കൊണ്ട് മാക്സിമം അവർ ചെയ്യും. അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ദൈവം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ദൈവം എന്ന സത്യം, പരിശുദ്ധാത്മാവ് എന്ന സത്യത്തിന് അൺലിമിറ്റഡ് ആണ്. പരിമിതികളില്ല, പരിധികളില്ല. അപ്പോൾ നാം ശ്രവിക്കേണ്ടുന്നത് ദൈവിക ശബ്ദമാണ്. നാൾ തോറും ദൈവിക ശബ്ദം ശ്രവിച്ച് അതിനനുസരിച്ച് നമുക്കുള്ളിൽ ആ ഒരു സുബോധം ധരിച്ച്, ബോധം വന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റഡിയായിട്ട് നിൽക്കുവാൻ കഴിയുമെന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ രൂപപ്പെടുത്തുന്ന ബോധം അത് യാഥാർത്ഥ്യത ഉള്ളതായിരിക്കും, അത് സത്യമായിരിക്കും പ്രിയമുള്ളവരെ. മനുഷ്യൻ തൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് നമ്മിൽ ബോധം വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം യാഥാർത്ഥ്യമായ ബോധത്തെ നമ്മൾ സൃഷ്ടിച്ചാക്കുന്നു. അതിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയുമെന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദാനം അത് നമ്മുടെ ജീവിതത്തിൽ ബോധം വരുത്തുന്നു, നമ്മിൽ സുബോധത്തെ സൃഷ്ടിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ ചിന്ത 2 തിമോത്തിയോസ് 1 അധ്യായം 7 വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് രണ്ടാമതായി നൽകുന്നത് കോൺഫിഡൻസ് ആണ്. ക്ഷമിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദാനം 2 കോൺഫിഡൻസ് അഥവാ ദൃഢവിശ്വാസം നമ്മിൽ രൂപപ്പെടുത്തുകയാണ്. അതിൽ ഇനി എനിക്ക് ഒരാളിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിൽ ദൃഢവിശ്വാസം രൂപപ്പെടുത്തുവാൻ ഐ നീഡ് ദ സപ്പോർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമാനുഷിക ശക്തി നമ്മളിൽ സൃഷ്ടിക്കുന്നു എന്ന സത്യമാണ് ഇവിടെ ഈ ലേഖന ഭാഗത്തോട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നാം നേരിടുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൃഢവിശ്വാസത്തിൽ നാം ആശ്രയിക്കണമെന്ന് പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്ന പോലെ അപ്പോഴാണ് നാം സാക്ഷികളായി മാറുന്നത്. നമ്മിൽ ദൃഢവിശ്വാസം രൂപപ്പെടുമ്പോൾ യെസ്,
ഐ ട്രസ്റ്റ് ഇൻ മൈ ലോർഡ്. എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ ദൈവം എന്നെ ജയം നൽകും. എൻ്റെ മുന്നിൽ കംപ്ലീറ്റ് ഇരുട്ടാണ്, പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് പ്രകാശം നൽകും. എൻ്റെ മുന്നിൽ മുഴുവനും കുഴികളാണ്, എനിക്ക് സഞ്ചരിക്കേണ്ട പാതകളെല്ലാം ദുർഘടങ്ങളാണ്, പക്ഷേ അത് ദൈവം നിരത്തിത്തരും. എനിക്ക് അല്ലെങ്കിൽ ശരിയായ ഒരു പാത ദൈവം എനിക്ക് കാണിച്ചു തരും എന്നൊരു ദൃഢവിശ്വാസം നിന്നെ രൂപപ്പെടുത്തുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. ഈ വിശ്വാസം നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെയാണ് ഒരു യഥാർത്ഥ ഭക്ത രൂപപ്പെടുന്നത്. ആത്മീക ജീവിതത്തിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നത് അവിടെയാണ്. ഒരു വലിയ മലയുണ്ട്, ബട്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ അങ്ങ് നീങ്ങിപ്പോകും. ദൈവം മാറ്റി ഇത് നമ്മൾ രൂപപ്പെടുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദാനം നമ്മെ ഒരു ദൃഢവിശ്വാസത്തിലൂടെ വഴി നടത്തുന്നു എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നാം ക്ഷീണിച്ചു പോയിരിക്കാറുണ്ട്, തളർന്നു പോയിരിക്കാറുണ്ട്. ഫോർ എ വൈലെങ്കിലും, ഒരു മാത്രം നേരത്തേക്കെങ്കിലും ഡെസ്പ് ആകാറുണ്ട്. ആ വേർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടെൻഷൻ ആകാറുണ്ട്, മാനസിക പിരിമുറുക്കത്തിലായി തീരാറുണ്ട്. വോയ് എന്തുകൊണ്ട്? കാരണം നാം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ നാം സെൻസ് ഉണരുന്നില്ല, അതിൽ നാം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നില്ല, ആത്മാവിനെ നമ്മൾ നിറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. നാം ഓടിക്കുന്ന വാഹനത്തിൻ്റെ ടയറിൽ അത് മതിയായ എയർ ഉണ്ടെങ്കിൽ, കാറ്റുണ്ടെങ്കിൽ അത് ശരിയായി റൺ ചെയ്തുകൊണ്ടേയിരിക്കും. എയർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടേയിരിക്കും. പെട്രോളിൻ്റെ ലഭ്യത അത് കുറയും. അത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സിനെ ബാധിക്കും, സ്പീഡിനെ ബാധിക്കും, അതിൻ്റെ ആക്ഷനെ ബാധിക്കും. അപ്പോൾ ഈ എയർ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും കുറയുന്നതനുസരിച്ച് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് പലപ്പോഴും ഏതോ ഒരു കാലഘട്ടത്ത് ഫില്ല് ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്ന സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പലപ്പോഴും നാം ക്ഷീണിതരാണ്, നാം പലപ്പോഴും ഒരു ഏബിളായ ഒരു അനുഭവത്തിലല്ല. ബൈബിൾ പറയുന്നു, ട്രസ്റ്റ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച് അതിനെ നിങ്ങൾ റീഫിൽ ചെയ്യുക, വീണ്ടും ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ദൃഢവിശ്വാസം രൂപപ്പെടുന്നത് ആരും കൊണ്ട് തരുന്നതല്ല, ഒരു പേഴ്സണും കൊണ്ട് വിതയ്ക്കുന്നതല്ല, നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ദൃഢവിശ്വാസം. അപ്പോഴാണ് മറ്റൊരു ചോദ്യം, ഇതെങ്ങനെ നിൽക്കുന്നു? ഇതെങ്ങനെ സാധിക്കുന്നു? 1 രൂപ വരുമാനമില്ലാതെ ഇതെങ്ങനെ നിൽക്കുന്നു? ആരും സഹായിക്കാതെ ഇതെങ്ങനെ നിൽക്കുന്നു? ഇത്രയും രോഗം ബാധിച്ച് ക്ഷീണിതനായിട്ടും ഇതെങ്ങനെ ഇപ്പോഴും ധൈര്യത്തോടെ സംസാരിക്കുന്നു, കോൺഫിഡൻസോടെ സംസാരിക്കുന്നു? കാരണം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. എല്ലാം തകർന്ന്, ബിസിനസ്സൊക്കെ തകർന്ന് പൊളിഞ്ഞു നിൽക്കുമ്പോഴും ഇത്രയധികം നിൽക്കുവാൻ എങ്ങനെ സാധിക്കും? ലോകം മുഴുവനും പരിഹസിച്ചിട്ടും അല്ലെങ്കിൽ പരിഹാസപാത്രമാക്കി തീർത്തിട്ടും ഇതെങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു? ദ ഹെൽപ്പ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മിൽ ദൃഢവിശ്വാസത്തെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നത് കംഫർട്ട് എന്നതാകുന്നു, ആശ്വാസം എന്നതാകുന്നു. യോഹന്നാൻ 16:7 വായിക്കുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആശ്വാസത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ്. ഇവിടെ ആദിമസഭയെ അനേകം ഉപദ്രവങ്ങളിലൂടെയും അതുപോലെ രക്തസാക്ഷിത്വമൊക്കെ നേരിട്ട ഒരു സഭയാണ്. നമ്മളൊക്കെ പഠിച്ചതിനും ചിന്തിച്ചതിനൊക്കെ അപ്പുറം വളരെ ഡീപ്പായിട്ടുള്ള ഉപദ്രവങ്ങളെ നേരിട്ട ഒരു സഭയാണ് ആദിമസഭ, ഏൻഷ്യൻ ചർച്ച്. ഒരുപാട് രക്തസാക്ഷി മരണങ്ങളൊക്കെ സംഭവിച്ചു. ഒരുപാട് പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ അവർ തങ്ങളുടെ ഉത്സാഹത്തെ, ആവേശത്തെ നഷ്ടമാക്കിയില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതെങ്ങനെ സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, ഉപദ്രവങ്ങളും പാടുകളും പീഡനങ്ങളും മരണങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ പെരുകി വരുമ്പോൾ, നമുക്ക് കുമിഞ്ഞു കൂടുമ്പോൾ എങ്ങനെ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കും ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു സഭയ്ക്ക്, ഒരു ദേശത്തിന്? കാരണം ഈ ആദിമസഭ നിരന്തരം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരുന്ന ആശ്വാസത്തെ അനുഭവിച്ചു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് തീ കത്തി എരിയുമ്പോഴും മറുഭാഗത്തു നിന്നാണ് ആശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തും
ആദിമ വിശ്വാസം ഉണ്ടായിരുന്ന അതേ പരിശുദ്ധമുള്ള ആശ്രയം അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടം, അനിവാര്യം വേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ പുറത്ത് സ്ട്രീറ്റിലൂടെയൊക്കെ ഭയങ്കരമായ ഉഷ്ണത്താൽ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഭയങ്കര ദുർഘടമായ കാലാവസ്ഥയാണ്. അധികം അല്ലേ സൂര്യതാപം ഏൽക്കേണ്ടി വരുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശരീരമൊക്കെ ഇങ്ങനെ വേർത്തൊഴുകുക. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു AC മോളിലേക്ക് പ്രവേശിക്കുക, ഒരു സൂപ്പർ മാർക്കറ്റിൽ പ്രവേശിക്കുകയാണ്. നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ. ഈ ഒരു കംഫർട്ട് എവിടെ മാത്രമേ ഉള്ളത്? ആ ഷോപ്പിനകത്ത് മാത്രമേ ഉള്ളത്. പുറത്ത് വന്നാൽ വീണ്ടും എന്താണ്, ഇതേ സെയിം ചൂടാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് കയറി നിൽക്കുന്ന സമയം അത്രയും ഫീൽ കംഫർട്ട് അല്ലേ, ഫീൽ കംഫർട്ട്. മറന്നു പോകരുത്, ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള അല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം നിങ്ങളുടെ ഉള്ളം കൂളായിരിക്കും, ഭയങ്കര കംഫർട്ടായിരിക്കും. അപ്പോഴാ ചിലർ പറയുന്നത്, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ദേ ആർ സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദേ ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ നിലനിൽക്കുന്നത് കൊണ്ട്, അതിലവർ ആശ്രയിക്കുന്നത് കൊണ്ട് അവർക്കത് പറയുവാൻ സാധിക്കുന്നു. യെസ്, ഐ ഫീൽ കംഫർട്ട്. എൻ്റെ പോക്കറ്റിലൊന്നുമില്ല, എൻ്റെ വീട്ടിലും ഭക്ഷിപ്പാനൊന്നുമില്ല, ഒരുപാട് ഇഷ്യൂസിൻ്റെ നടുവിലൊക്കെയാണ്. ബട്ട് ഐ ഫീൽ കംഫർട്ട് സംവെയർ. കാരണം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആശ്വാസം അത് ഉന്നതമാണ്. ഒരു ഷോപ്പിംഗ് മാളിലെ AC-ക്ക് ലോകത്തെ മുഴുവൻ തണുപ്പിക്കുവാൻ കഴിയുകയില്ല. ഓർക്കുക, ലോകത്തെ മുഴുവൻ തണുപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്, പ്രിയമുള്ളവരെ, എല്ലാ ജനജീവിതത്തെയും ഒരുപോലെ ഒരേ സമയത്ത് ആശ്വസിപ്പിക്കുവാൻ കഴിയുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം ഈ വചനം. ഒരുപോലെ ഒരേ സമയത്ത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ആരാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആർക്കുള്ളിലാണോ ആത്മാവുള്ളത്, അവിടെ ഉണ്ടാകും ആശ്വാസം. ഒരുപക്ഷെ ഒരേ സമയത്ത് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യകളും അല്ലെ ഇങ്ങനെയുള്ള അസ്വാഭാവികമായ സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുകയില്ല. ആശ്വാസം ഇല്ലാതെ വരുമ്പോൾ മനുഷ്യൻ എന്താണ്, വേവലാതി പൂണ്ട് പലതിനുമൊക്കെ മുതിരുന്ന അനുഭവങ്ങളാണ്. കാരണം there is no, the Holy Spirit presence empty-യാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നത്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ ഹൃദയ ജീവിതത്തിനുള്ളിൽ ഈ ഹോളി സ്പിരിറ്റിന് എംറ്റിയാണോ, ശൂന്യമാണോ, അത് ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുകയാണോ? ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആശ്വാസം അനുഭവിക്കുന്നവരാണ്. ത്രിയേക ദൈവം നൽകുന്ന ആശ്വാസം ശക്തമായി നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ്, പക്ഷെ നിങ്ങൾ ആശ്വാസം അനുഭവിക്കുന്നുണ്ട്. യെസ്, മൈ ജീസസ് ഈസ് ലിവിങ്, മൈ ജീസസ് ഈസ് ലിവിങ്. അവൻ എന്നെ സന്തോഷിപ്പിക്കുന്നു, അവൻ എന്നെ വഴി നടത്തുന്നു അല്ലേ. പഴയ പാട്ടുകാർ അവൻ എന്നെ വഴി നടത്തും അല്ലേ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. എത്ര ഹൃദ്യമായ പാട്ട് പ്രിയമുള്ളവരെ. മരുഭൂമി പോലുള്ള ഒരു ജീവിത സാഹചര്യത്തിന് നടുവിൽ ഞാൻ വലഞ്ഞു പോകാതെ, അലഞ്ഞു പോകാതെ അവൻ എന്നെ വഴി നടത്തുന്ന മനോഹരമായ അനുഭവങ്ങൾ. അതാണ് ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ആ വീട് മുഴുവൻ അന്ധകാരം നിറഞ്ഞതായിരിക്കും, മുഴുവൻ മരുഭൂമിയുടെ അനുഭവമായി, കൂരിരുട്ടിൻ്റെ അനുഭവമായിരിക്കും. പക്ഷെ അതിലെ ഒരു വ്യക്തിയുടെ അതിലേതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. എന്താണ്? ഒരു സമൃദ്ധിയുടെ, കനാൻ ദേശത്തിൻ്റെ സമൃദ്ധി ആ ജീവിതത്തിൽ, അവിടെ സംസാരത്തിൽ, അവിടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കും. ബിക്കോസ് അവർക്കുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ വീട്ടിൽ നിറയപ്പെട്ടിട്ടില്ല, ആ വീട്ടിലെ മറ്റുള്ളവർ ഫില്ല് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് മറക്കരുത്, പ്രതിസന്ധി ഏതുമാകട്ടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമെന്നുള്ളതാണ്. യെശയ്യാ പ്രവചന പുസ്തകം 66:13 പറഞ്ഞു, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നുള്ളതാണ്. ആരെ ആശ്വസിപ്പിക്കുന്നത്? Those who have the power of the Holy Spirit. ആരിലാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടിരിക്കുന്നത് അവർക്ക് മാത്രമാണ് ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. അല്ലാതെ ഒരു വചനവും പിടിച്ചു എന്നെ ആശ്വസിപ്പിക്കുമെന്ന് കരുതിക്കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരാശ്വാസം കിട്ടത്തില്ല. കഷ്ടതമേൽ ദുരിതത്തിന്മേൽ ദുരിതമേ ഉണ്ടാകത്തുള്ളൂ. നാം അവിടെ പരിശോധിക്കുന്നത് എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അളവ് എത്ര.
നമ്മൾ പലപ്പോഴും പനിയൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം അവർ നോക്കുന്ന ടെമ്പറേച്ചർ നോക്കാറുണ്ട്, അതിൻ്റെ ഉപകരണം വെച്ച് അളന്ന് നോക്കാറുണ്ട്. ഇതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ അളന്ന് നോക്കുക, നിങ്ങൾക്കുള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ അളവ് എത്ര. ഈ പരിശുദ്ധ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഹോളിയായ സ്ഥലത്തെ വസിക്കത്തുള്ളൂ. ഈ പോകുന്നവനെയും വരുന്നവൻ്റെ ഉള്ളിൽ വസിക്കുന്നവനല്ല. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ജീവിതത്തെ നിർമ്മലമാക്കി രക്ഷകനായ യേശു ക്രിസ്തുവിനോടൊപ്പം ഇൻറ്റിമസിയോടുകൂടെ ഏറ്റവും അടുപ്പത്തോടെ ആ കരം പിടിച്ച് യേശുവിനോടൊപ്പം നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിങ്ങളിലേക്ക് വരികയാണ്. പിന്നെ നിങ്ങൾ നയിക്കുന്നത് ഈ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആയിരിക്കും. എല്ലാം കണക്റ്റഡ് ആണ്, അല്ലേ? ഞാനും എൻ്റെ രക്ഷകനും തമ്മിൽ, അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്നിൽ ആത്മാവ് വരുന്നു. ഈ ആത്മാവിനെ ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെടുത്തുന്നു. ഞാൻ ഈ വചനങ്ങൾ അനുസരിക്കുന്നു, അതിന് പ്രകാരം നടക്കുന്നു. എനിക്ക് ആശ്വാസം കിട്ടി, എൻ്റെ ജീവിതം ആത്മാവിനെ നിറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടുന്നു? ദൈവം ഒരു വലിയ ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് വേദപുസ്തകം നമ്മോട് അരുളി ചെയ്യുന്നത്. നാലാമതായിട്ട് വേദപുസ്തകം പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനം 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞ് ആ വചനം ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം, കർത്താവിനാൽ പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഇതിനപ്പുറം എന്താ വേണ്ടത്? ദ ഹോളി ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക. മനുഷ്യൻ്റെ വ്യർത്ഥമായ ഉപദേശങ്ങൾ നിങ്ങൾ പെട്ട് കുഴങ്ങിപ്പോകേണ്ട കാര്യം വരുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് നൽകുന്ന നാലാമത്തെ ദാനം കൗൺസിൽ, അതായത് ആലോചന നൽകുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകുന്നു, സത്യത്തിൽ നടക്കുവാനുള്ള ആലോചനകൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എക്കാലത്തും തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്യുന്നു. ആദിമസഭ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ കൈക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ച ഒരു സഭയാകുന്നു. ഇന്നത്തെ ആധുനിക സഭകളും പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തുതലും ആലോചനകളിലും വഴി നടത്തപ്പെടേണ്ടുന്നതാകുന്നു. എന്നാൽ ഇന്ന് പിശാച് ദൈവത്തിൻ്റെ സഭയെ തകർക്കുവാൻ, ദൈവ ജനത്തെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അടർത്തി എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ സഭ ഏറെ ആശ്രയിക്കണം എന്നുള്ള ഒരു കരുത്തായ കാതലായ ചിന്തയാണ് നൽകുന്നത്. പ്രിയമുള്ളവർ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷമസന്ധികൾ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ്? അടുത്തെന്ത് ചെയ്യുവാൻ സാധിക്കും? എങ്ങനെ ഇതിൽ നിന്നും കരകയറുവാനായി സാധിക്കും? അല്ലേ? ദ ഹോളി ബൈബിൾ എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരിക സീക്രട്ട്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, വേദപുസ്തകം തുറക്കുക, നിങ്ങളുടെ 2 കരങ്ങളും അതിൽ അമർത്തിപ്പിടിക്കുക. അതിനുശേഷം അല്പനേരം ശാന്തമായി നിൽക്കുക, ശാന്തമായിരിക്കുക. വളരെ ഒരു ശാന്തതയേറിയ സ്ഥലത്ത്, ഒരു മുറിക്കകത്താകട്ടെ, ഒരു പൊതുസ്ഥലത്ത്, വലിയ ശബ്ദവും ആരവാരവും ഇല്ലാത്ത സ്ഥലത്താകട്ടെ, നിങ്ങൾ ശാന്തമായി വേദപുസ്തകത്തെ തുറന്ന് നിങ്ങളുടെ കരങ്ങൾ വച്ച് നിങ്ങളൊന്ന് ധ്യാനിക്കുക. ദൈവത്തോട് പറയുക, ഓ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ളിലെ പരിശുദ്ധാത്മാവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുവാനായി സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഓരോ നിമിഷം, ഓരോ ദിവസങ്ങളും നമ്മൾ എപ്പോഴും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഏറെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, എന്നിൽ എന്തോ കുറവ്. പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ കുറവുകളെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ, അതായത് ദൈവമുള്ള കോൺസെൻട്രേഷനിൽ നാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ ഏകാഗ്ര ജീവിതത്തിൽ നിന്നും എവിടെയെങ്കിലും നാം ഒരു സ്പെൽ ഔട്ട് ആയി പോകുന്ന അനുഭവം ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങി വരുവാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മെ ദൈവം സഹായിക്കും. അതിൽ മടങ്ങി വന്ന് കഴിയുമ്പോൾ, അടുത്ത് നമുക്ക് കിട്ടുന്ന ഫില്ലായി കഴിയുമ്പോൾ, അപ് ടു ദ മാർക്കായി കഴിയുമ്പോൾ, പിന്നെ സംഭവിക്കുന്നത് the Holy Spirit started to guide your life and he used to give counsel to you. നിങ്ങൾ നടക്കുവേണ്ടുന്ന വഴികൾ, ആലോചനകളെ ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. ഈ ഒരു നന്മ
ഒരു വ്യക്തിയിലുണ്ടാകണം, ഒരു കുടുംബത്തിലുണ്ടാകണം, ഒരു സഭയ്ക്കും ദേശത്തിനും ഉണ്ടാകണമെന്നതാണ് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകുന്നു. അഞ്ചാമതായി യെശയ്യാ പുസ്തകം 59 അധ്യായത്തിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ, അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും, തൻ്റെ വൈരികൾക്ക് ക്രോധവും തൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അഞ്ചാമത്തേത് കോൺഫ്ലിക്റ്റ് എന്നതാണ്. കോൺഫ്ലിക്റ്റ്, ഏറ്റുമുട്ടലിൽ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദാനം. വിശദമാക്കാം. ഈ ലോകത്തിലെ പോരാട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നതാണ് അഞ്ചാമതായിട്ട് ബൈബിൾ നമ്മോട് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ കാലഘട്ടത്തും ഒരു വല്ലാത്ത ആത്മയുദ്ധത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അത് ആത്മാവിൽ ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു വല്ലാത്ത ആത്മീയ യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുക, ആത്മയുദ്ധത്തിൽ. ആയതിനാൽ ഓരോ ദൈവസഭയും ദൈവ പൈതലും മാനുഷിക സഹായത്താൽ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യുദ്ധം ചെയ്യണമെന്നാണ് വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഓക്കെ, പലപ്പോഴും നമുക്ക് റിസോഴ്സ് ഉണ്ടാകാം, വിഭവങ്ങൾ ഉണ്ടാകാം, നമുക്ക് മാനുഷികമായി പോരാടുവാനുള്ള എല്ലാ സർവ്വ സ്വാതന്ത്ര്യവും എല്ലാവിധമായ റിസോഴ്സ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും, അനുകൂല സാഹചര്യം ഉണ്ടായാലും മറക്കരുത്, നാം ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കണം. കാരണം ഈ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം. അവിടെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. മനുഷ്യൻ്റെ സൈന്യബലത്തിലോ മനുഷ്യൻ്റെ ശക്തിബലത്തിലോ ഒന്നും കൊണ്ടല്ല അവിടെ ജയിക്കണം. ദൈവം നൽകുന്ന ആത്മാവിൻ്റെ ബലത്താൽ ശത്രുവിനോട് പോരാടുവാൻ, സകല പോരാട്ടങ്ങളും ജയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതൊക്കെ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് പലപ്പോഴും വന്ന് നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവതി, ഭാഗ്യ കുടുംബം എന്നൊക്കെ പലപ്പോഴും പലരും പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതെങ്ങനെ സാധിച്ചു നിങ്ങളെ കൊണ്ട് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാൻ? ഇതെങ്ങനെ കഴിയുന്നു? ഒരു പട്ടിണിയാകാം, പൈതാഹമാകാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ 1 രൂപ പോലും വരുമാനമില്ലാത്ത അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകും. ഇതെങ്ങനെ തരണം ചെയ്യുവാൻ കഴിയുന്നു? ഈ ഒരു ഏറ്റുമുട്ടൽ അല്ലേ, ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് ദാരിദ്ര്യം, ഒരു ഭാഗത്ത് പ്രതിസന്ധി, പരിഹാസം, നിന്ന, മറ്റുപദ്രവം, ഇതൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ നേരിടുവാൻ കഴിയുന്നു? ഈ ഏറ്റുമുട്ടലിൽ നമ്മെ സഹായിക്കുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം എനിക്ക് വേറെ റിസോഴ്സ് ഒന്നുമില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് മറ്റൊന്നുമില്ല ആശ്രയിപ്പാൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ് മാത്രം. ഈവൻ എനിക്ക് സൈന്യബലം ഉണ്ടെങ്കിലും, എനിക്ക് ശക്തി ഉണ്ടെങ്കിലും, എൻ്റെ ആശ്രയം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാകുന്നു. അതുകൊണ്ട് എനിക്ക് സകല പോരാട്ടങ്ങളെ ജയിക്കുവാൻ കഴിയുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയായിരിക്കണം നമ്മുടെ ആശ്രയം, ദൈവത്തിൻ്റെ ആത്മാവിൽ. ആറാമതായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനം, റോമക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇനി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കാണാം. ആറാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് ക്രിയേഷൻ എന്നതാകുന്നു. സൃഷ്ടിക്ക് രൂപം നൽകുന്നു എന്നതാണ് ആറാമതായി ലഭിക്കുന്ന ഒരു വലിയ ദാനം. നമുക്കറിയാം, ഒരു മുട്ട, ഒരു കോഴിമുട്ട ഒരു പുതിയ സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നത് മുട്ടയ്ക്ക് ഉള്ളിൽ നിന്നുമാണ്, പുറത്തു നിന്നുമല്ല. മുട്ടയ്ക്ക് ഉള്ളിൽ നിന്നുമാണ് ഒരു പുതിയ സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നത്. ഇതുപോലെയാണ് നാം പരിശുദ്ധാത്മാവിനെ നമുക്കുള്ളിൽ പ്രവേശിപ്പിക്കുമ്പോൾ നമുക്കുള്ളിൽ നിന്നും ഒരു പുതിയ സൃഷ്ടി രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു പുതിയ സൃഷ്ടി നമ്മിൽ, ആ പുതിയ സൃഷ്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മിലൊരു പുതിയ സ്വഭാവം രൂപപ്പെടുകയാണ്. നമ്മിലൊരു പുതിയ സ്വഭാവം. ഞാൻ വിശദമാക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഇന്ന് പലരിലും ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന സോക്കോൾഡ് അല്ലെ, അങ്ങനെ വിളിപ്പേരുള്ളവർ നല്ല സ്വഭാവത്തിന് യോഗ്യരല്ലാത്ത അനുഭവത്തിൽ അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിന് ഉടമസ്ഥരല്ലാതെ മാറുന്നതിനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ പറയാം.
അവരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ല. അതുകൊണ്ട് അവർക്കുള്ളിൽ സൃഷ്ടിയില്ല. കുറച്ച് ലൗകികമായ ബന്ധങ്ങളും ലോകപരമായ ജ്ഞാനവും ഇതൊക്കെ കൊണ്ട് അവർ പോകുന്നു, മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഇത് ആലയങ്ങളിൽ, നമ്മുടെ ദൈവാലയങ്ങൾ ഒരുപാട് കാണാം. പുരോഹിതന്മാരിലുണ്ട്, ദൈവദാസന്മാരിലുണ്ട്. നമ്മളൊക്കെ ചിന്തിച്ചില്ലേ, ഇയാൾക്ക് ഇതെങ്ങനെ കഴിയുന്നു, ഇങ്ങനെ പറയുവാൻ, ഇങ്ങനെ പ്രവർത്തിക്കുവാൻ, ഇതെങ്ങനെ സാധിക്കുന്നു? കാരണം ഉള്ളിൽ പുതിയ സൃഷ്ടിയില്ല. എന്തുകൊണ്ട്? ആത്മാവിൻ്റെ വഴിനടത്തില്ലാത്ത മനുഷ്യർ. ചില വിശ്വാസികളുണ്ട്, 24 മണിക്കൂറും കൂട്ടായ്മ ആരൊക്കെ നടക്കും, പക്ഷേ സ്വഭാവത്തിൽ മാറ്റമില്ല. സ്വഭാവം കയ്പ് നിറഞ്ഞ കാഠിന്യമേറിയ സ്വഭാവം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിൻ്റെ വഴിനടത്തൽ, പുതിയ സൃഷ്ടിയില്ല, പുതിയ സ്വഭാവ രൂപീകരണമില്ല. പ്രിയമുള്ളവരെ, നമ്മിൽ രൂപപ്പെടുന്ന സ്വഭാവം, പ്രവർത്തികളാകുന്ന സ്വഭാവം, അത് കണ്ടാൽ മനസ്സിലാകും നമുക്കുള്ളിൽ, സഭയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ക്രിയേഷൻ, നാൾതോറും പുതിയ സ്വഭാവങ്ങൾക്ക് നാം ഉടമസ്ഥരായി തീരുവാൻ നമ്മിൽ മേൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുകയാണ്. അത് ഏറ്റവും നമുക്കറിയാമല്ലോ, ഒരു ചെടിച്ചട്ടിയിൽ ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു ചെടിച്ചട്ടി നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് വരികയാണ്. അതിൽ നിറച്ച് പൂക്കളുണ്ടെന്ന് ചിന്തിക്കുക. ആ ചെടിയിൽ നിറയെ പൂക്കളുണ്ട്. 1 മാസം, 2 മാസം, 3 മാസം, 1 ടൈമായി, 2 ടൈമായി, 3 ടൈമായി, 3 പ്രാവശ്യം, 3 സീസണിലും നല്ല പൂ പൂത്തു. 4ാമത്തെ സീസൺ വന്നപ്പം ഒരൊറ്റ പൂ പോലും വന്നില്ല. വെള്ളമൊഴിക്കുന്നുണ്ട്, സൂര്യപ്രകാശത്തിൽ വച്ചിട്ടുണ്ട്, പക്ഷെ എന്തില്ല, ഒരൊറ്റ പൂ പോലും, ഒരു മൊട്ട് പോലും ആ ചെടിയിൽ വന്നിട്ടില്ല. എന്താണ് കാരണം പ്രിയരെ? ചിന്തിച്ചേ. ഞാൻ കണ്ടെത്തിയ കാരണം, ആ മണ്ണിൻ്റെ ലവണ സ്വഭാവം എല്ലാം തീർന്നു കഴിഞ്ഞു. ആകെക്കൂടെ ആ പോട്ടിനകത്ത്, ആ ഒരു വേസിനകത്ത് ഒരു ക്വാണ്ടിറ്റി, ഒരു 1/2 കിലോ 1 കിലോ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണിലുണ്ടായിരുന്ന മാക്സിമം ലവണം ആ ചെടി വലിച്ചെടുത്ത് 3-4 പ്രാവശ്യം പുഷ്പം നൽകി, മുട്ട് നൽകി, പൂവ് നൽകി. ഇപ്പോൾ അതിന് വലിച്ചെടുക്കുവാനായിട്ട് ആ മണ്ണിൽ ലവണമില്ല. അത് വെറും ശൂന്യമാക്കപ്പെട്ട, വെറും വല്ലാത്തൊരവസ്ഥയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടിയിൽ എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് പിന്നെ പൂ വരത്തില്ല. പിന്നെ നമ്മൾ മണ്ണ് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിനാവശ്യമായ ലവണങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി അതിന് പൂ വരത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ക്രൈസ്തവ ജീവിതവും പ്രിയമുള്ളവരെ. എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ പതിയെ പതിയെ നാം നല്ല സ്വഭാവം നമ്മിൽ നഷ്ടമായി നാം മോശം സ്വഭാവങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മിൽ വരുന്ന മോശം സ്വഭാവങ്ങളായിരിക്കും എപ്പോഴും. ഒന്നും നല്ലതൊന്നും ആർക്കും കിട്ടത്തില്ല. കാഴ്ചയ്ക്ക് ഭംഗിയോ കേൾക്കുവാൻ ഇമ്പമായതോ ഒന്നും നമ്മളിൽ നിന്നും ആർക്കും കണ്ടെത്തുവാൻ കഴിയുന്നതല്ല. ഇത് ജീവിതത്തിൽ വലിയൊരു ന്യൂനതയാണ്. എപ്പോഴും നാം ഇത് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്രിയേഷൻ പ്രദാനം ചെയ്യുന്നു. നമുക്കുള്ളിൽ ഒരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിലത്തതായി പരിശുദ്ധാത്മാവ് നൽകുന്ന 7ാമത്തെ ദാനം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് നൽകുന്ന 7ാമത്തെ ദാനം കമ്മ്യൂണിയൻ എന്നതാണ്. കൂട്ടായ്മയ്ക്ക് രൂപം നൽകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എന്നതാണ്. പരിശുദ്ധാത്മാവ് ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിന് നമ്മെ ഒരുക്കിയെടുക്കുന്നു, നമ്മെ സഹായിക്കുന്നു. ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പദമുണ്ട്, ഇൻറ്റിമസി വിത്ത് ഗാഡ്. ദൈവത്തോടൊപ്പമുള്ള ഇൻറ്റിമസി, അടുപ്പം. നാം ചെയ്യുന്നതെല്ലാം ദൈവീകതയോടെ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ദൈവത്തോടുള്ള അടുപ്പം, അതിന് നമ്മെ സഹായിക്കുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ദൈവീകത ഉണ്ടാകണം. നമ്മുടെ സംസാരത്തിൽ ഒരു ഡിവിനിറ്റി ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തികളിൽ ഒരു ഡിവിനിറ്റി ഉണ്ടാകണം. നാം ചെയ്യുന്ന സകലത്തിലും ഒരു ദൈവീകത ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യം ഉണ്ടാകണം പ്രിയമുള്ളവരെ. അവിടെയാണ് കൂട്ടായ്മ രൂപീകരണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. കൂട്ടായ്മ രൂപീകരണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്, ഈ ഒരു നന്മ ആവശ്യമാണ്. ഞാൻ 7 കാര്യങ്ങളാണ് പറഞ്ഞത് പ്രിയം, 7 കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് നൽകുന്ന 7 ദാനങ്ങൾ വളരെ ഷോർട്ടായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്.
ഈ 7 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണേ. ജീവിതത്തിൽ ഏറ്റവും ഹൃദ്യമായ ഒന്നാണ്. നമ്മുടെ ലൈഫിൽ ആരുമില്ലെങ്കിലും, ഒരു കുഞ്ഞു പോലും സഹായത്തിനില്ലെങ്കിൽ പോലും നമ്മെ കരുതുവാനോ ആശ്വസിപ്പിക്കുവാനോ ധൈര്യപ്പെടുത്തുവാനോ നമ്മെ ഒന്ന് ബലപ്പെടുത്തുവാനോ, അല്ലെ? ഭക്തൻ പാടി, ആരും സഹായമില്ലാതെ പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മെ സഹായിപ്പാൻ ഒരു കാര്യസ്ഥനുണ്ട്, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ. ആ പരിശുദ്ധാത്മാവ് നമുക്കുള്ളിൽ നിറസാന്നിധ്യം ആയിത്തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തേത്, നമുക്കുള്ളൊരു ബോധം വരുത്തുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്കുള്ളിൽ ഒരു ബോധം വരുത്തുന്നു എന്നതാണ്. 2, നമുക്ക് ദൃഢവിശ്വാസം നമ്മൾ രൂപപ്പെടുന്നു, അതായത് കോൺഫിഡൻസ് നമുക്ക് നൽകുന്നു എന്നതാണ്. 3, നമുക്ക് കംഫർട്ട് നൽകുന്നു, നമുക്ക് ആശ്വാസം നൽകുന്നു എന്നതാണ്. 4, നമ്മെ കൗൺസിൽ ചെയ്യുന്നു, നമുക്ക് ആലോചന നൽകുന്നു എന്നതാണ്. 5, നമ്മെ ഏറ്റുമുട്ടലിൽ, കോൺഫ്ലിക്റ്റിൽ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. 6, നമ്മളൊരു ക്രിയേഷൻ നമ്മൾ നൽകുന്നു എന്നാണ്. നമുക്കുള്ള സൃഷ്ടിക്ക് രൂപം നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഒരു കൂട്ടായ്മ രൂപീകരണം, കമ്മ്യൂണിയൻ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ 7 ദാനങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യം നമുക്ക് ആവശ്യം. അതിനായി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്കായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ ദിവസത്തെ ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നൽകുന്ന 7 ദാനങ്ങളിൽ 3ാമത്തെ ദാനം ഏതാകുന്നു? പരിശുദ്ധാത്മാവ് നൽകുന്ന 7 ദാനങ്ങളിൽ 3ാമത്തെ ദാനം ഏതാകുന്നു? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും വല്ലഭനും വാക്കുമാറാത്തവനും കരുണയുള്ളവനുമായിരിക്കുന്ന സർവശക്തനായ സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവം, അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ധന്യമായ ദിനത്തിനായി സ്തോത്രം. കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തെ ഒത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, പരിശുദ്ധാത്മാവെന്ന ആ വലിയ ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ മാറ്റങ്ങൾ വരുത്തി. കർത്താവ്, ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ പോലും നിൽക്കുവാൻ ബലം നൽകുന്ന സൃഷ്ടിതാവായ ദൈവം, സൃഷ്ടികളിൽ മകുടമായ മനുഷ്യനെ എപ്രകാരം തന്റെ ആത്മാവിനാൽ വഴി നടത്തുന്ന സത്യം കർത്താവ് ഇന്ന് ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ, അതിൽ ആശ്രയിക്കുവാൻ, പ്രാപിച്ചെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. സ്തോത്രം ചെയ്ത പിതാവേ, വചനം ശ്രവിച്ച എല്ലാവരുടെ മക്കളെയും ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗങ്ങൾ, ജീവിതചര്യകൾ, കുടുംബ ജീവിതങ്ങൾ, യാത്രകൾ, പ്രവർത്തനങ്ങൾ എല്ലാവറ്റിലും ഇവിടുത്തെ കൃപ പകരണമേ കർത്താവേ. ആമേൻ കർത്താവ്, ജ്ഞാനമുള്ളവരായി, വിവേകമുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, വിശ്വാസമുള്ളവരായി, വിശ്വസ്തതയുള്ളവരായി, ആമേൻ വിവേകമുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പെട്ട കൃപ അവിടുത്തെ ആത്മാവിനാൽ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. യൂട്യൂബ് ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ യുവ സഹോദരനെ, കുടുംബങ്ങൾ ദൈവകരങ്ങൾ തരുന്നു. അവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും തലമുറകളെയും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ലോകരാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ സമാധാനത്തിൽ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥകൾ നൽകണമേ അപ്പ. സമാധാനത്തിന്റെ ദൈവം ഞങ്ങളോട് കൂടിയിരിക്കണമേ. അവിടെ ഞങ്ങളെ കാത്തോളണമേ, പരിപാലിക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം നാം ഓരോരുത്തരോടും ഇന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. പ്രിയരെ, നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന 7 അനുഗ്രഹങ്ങൾ അത് പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്കുള്ളിൽ, നമ്മുടെ വീട്ടിനുള്ളിൽ, നമ്മുടെ സഭയ്ക്കുള്ളിൽ, ദേശത്തും നിറയ്ക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.